വെൽക്കം. IELTS പരീക്ഷയുടെ അക്കാഡമിക് റൈറ്റിംഗ് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതാണ് എന്ന് ഒരുപാട് പേര് പറയാറുണ്ട്. പക്ഷെ സത്യത്തിൽ അതൊരു മിത്താണ്. കാരണം കൃത്യമായ ഒരു പ്രാക്ടീസോ കൃത്യമായ ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ലാക്ക് ഓഫ് അവയർനെസ്സോ കൊണ്ടാണ് അത് എത്താത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇഫ് യു വാച്ച് ദിസ് വീഡിയോ ടിൽ ദി എൻഡ് യു വിൽ ഗെറ്റ് എ വെരി ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഹൗ ടു പ്രിപ്പയർ ആൻഡ് ഹൗ ടു റൈറ്റ് ദിസ് എക്സാം. That is academic writing task 1 for IELTS. Before that, I want to tell you one thing. ഇത് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള വീഡിയോ അല്ല. കാരണം അക്കാഡമിക് റൈറ്റിംഗ് നിങ്ങൾക്കറിയാലോ, പൈ ചാർട്ട്സ്, ബാർ ഡയഗ്രാം, ലൈൻ ഡയഗ്രാം, എവറിഥിങ് വിൽ കം. ഇതിൽ ഞാൻ ആകെ ബാർ ഡയഗ്രത്തിന് ഒരു എക്സാമ്പിൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഐ ഹാവ് ഇൻക്ലൂഡഡ് 4 things. It starts with some tricks to then what are the 3 stages of writing, then what are some of the useful vocabulary you have to learn, and finally we have an example. Okay, അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ you will get a very good understanding. Before that, I personally want to thank you once again for being here with me and learning from me. And if you don't know me for the first time in ആദ്യമായിട്ട് കാണുന്നെങ്കിൽ, I am Pradeep Hariharan and I help people like you to go abroad and settle there and prosper so that you can send money to India and boost your economy. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്താണ് അക്കാഡമിക് റൈറ്റിംഗ് ടാസ്ക് 1 എന്ന് നോക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം, പക്ഷെ എന്നാലും ഒന്നുകൂടി നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് പറയുകയാണ്. നമുക്കറിയാമല്ലോ, ഇൻ അക്കാഡമിക് റൈറ്റിംഗ് ടാസ്ക് 1 you will be given a pie chart, line graph, bar chart or tables or maps, something, and you have to visually describe the data in 150 words or 170. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വിഷ്വലായിട്ട് കണ്ട് അത് പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു സ്കില്ലാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അറിയേണ്ടത് എന്താണ് കൃത്യമായിട്ട് നമ്മുടെ ടാസ്ക് എന്നുള്ളതാണ്. ബിക്കോസ് നമുക്ക് ആ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻഫർമേഷൻ ഉണ്ടാവും, റെലവൻറ്റ് ഇൻഫർമേഷൻ ഉണ്ടാവും. അത് എന്താണെന്ന് മനസ്സിലാക്കാനും അത് പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ബേസിക്കലി എല്ലാ ചാർട്ടിലും ഒന്നെങ്കിൽ കോൺട്രാസ്റ്റിംഗ് ഇതുണ്ടാവും, മിക്സ്ഡ് ആയിരിക്കും. ചിലപ്പോൾ റൈസിങ് ട്രെൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക ലോവറിങ് ട്രെൻഡ് ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ട്രെൻഡ് ഉണ്ടോ അതിൽ എന്ന് നമ്മൾ ആദ്യം, ഇത് ചാർട്ടിനും ഡയഗ്രത്തിനും പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ പറയുകയാണെങ്കിൽ നമുക്ക് വേറെ രീതിയാണ് എടുക്കേണ്ടി വരിക. പിന്നെ നിങ്ങൾക്കറിയാലോ, ഈ റൈറ്റിംഗ് എന്ന് പറയുന്നത് മൊത്തം 1 മണിക്കൂറാണ്. അതിൽ ടാസ്ക് 1 സാധാരണഗതിയിൽ നമ്മൾ 20 മിനിറ്റ് എടുക്കാനാണ് പറയാറുള്ളത് കുട്ടികളോട്. ബിക്കോസ് സെക്കൻഡ് 1 കുറെ കൂടി പ്ലാനിങ്ങും കുറെ കൂടി സമയവും എടുക്കും. അപ്പോൾ ഒരു 15 മിനിറ്റിനുള്ളിൽ ഇത് എഴുതി തീർക്കണം. കാരണം എന്നാലും നമുക്ക് ലാസ്റ്റ് 5 മിനിറ്റ്സ് ഇത് റിവ്യൂ ചെയ്ത് ഇത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, റൈറ്റിംഗ് ടാസ്ക് 1 എന്ന് പറയുന്നത് ഹൈലി ഫോർമൽ റൈറ്റിംഗ് സ്റ്റൈലാണ്. നമ്മളൊരു ലീഗലൈസ്ഡ് ഇത് അതുപോലത്തെ ഒരു ഭാഷയിലാണ് അത് എഴുതുന്നത്. കാരണം പേഴ്സണൽ ഒപ്പീനിയൻസോ വാട്ട് വി തിങ്ക് എന്നുള്ളതിനോ ഒന്നും അവിടെ ഇതില്ല. അതായത് വളരെ ആക്യുറേറ്റ് ആയിട്ട്, വളരെ കൃത്യമായിട്ട് ആ ഡാറ്റ എടുത്ത് എഴുതാനുള്ള കഴിവാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആദ്യം തന്നെ അറിയേണ്ടത്. ഇനി എങ്ങനെയാണ് നമ്മുടെ റൈറ്റിംഗ്, വാട്ട് ആർ ദ 3 സ്റ്റേജസ് ഓഫ് റൈറ്റിംഗ് എന്നാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഇത് നിങ്ങൾക്കറിയാലോ, 3 സ്റ്റേജ് ഉണ്ട് ഈ റൈറ്റിംഗ് ടാസ്കിന്. 1നും 2നാണെങ്കിലും ഇതിപ്പോൾ 1ൻ്റെ വീഡിയോ ആയതുകൊണ്ട് ഞാൻ അതിലേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അതിലെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. അതായത് എന്താണ് ഇതിൽ നമുക്ക് എഴുതാനുള്ളത് എന്നുള്ളതാണ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് റൈറ്റിംഗ് ആണ്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് റിവ്യൂയിങ് ആണ്. തിരിച്ചു പോയി നോക്കി ഗ്രാമറും സ്പെല്ലിങ്ങും കറക്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ പ്ലാനിങ് സ്റ്റേജിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള 4 കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ ഒന്ന് വിശദമായിട്ട് നോക്കണം. ആ ചോദ്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും എന്താണ് തന്നിട്ടുള്ളതെന്ന്. അപ്പോൾ നമുക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് എന്താണ് നോക്കുന്നത് എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യാനുള്ള സ്കില്ലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. 2, നമ്മൾ ഒരു എന്താ പറയുക, ഒരു ബ്രെയിൻ സ്റ്റോം വേണം. എന്തൊക്കെ വാക്കുകൾ നമുക്ക് അതിൽ ഉപയോഗിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ട്രാഫിക് അല്ലെങ്കിൽ ചാരിറ്റി, വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് വേറെ എന്തെങ്കിലും കുറച്ച് വാക്കുകൾ അതിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്ത് ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൈഡിൽ മാർക്ക് ചെയ്ത് വെക്കണം. കാരണം ഇത് നമുക്ക് കറക്റ്റ് എടുത്ത് അതിൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ വാക്കുകളുടെ സിനോണിംസ്, ഇപ്പോൾ കൊടുത്തുള്ള ഇതിൽ ഇപ്പോൾ ചാരിറ്റി എന്നുള്ളതാണെങ്കിൽ ഡൊണേഷൻ, അങ്ങനെ നമുക്ക് സിനോണിംസ് എന്തെങ്കിലും കിട്ടുമോ, നമ്മുടെ അറിവിലുണ്ടോ എന്ന് നോക്കുക. അത് നമ്മളവിടെ നോട്ട് ചെയ്യുക. തേർഡ്, നമ്മളൊരു ലോജിക്കൽ സ്ട്രക്ചർ പ്ലാൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം, ഒരു ഇൻട്രൊഡക്ഷൻ, ഫസ്റ്റ് ഒരു റിവ്യൂസ് ലൈനാണ് എഴുതുന്നത്. അതിനുശേഷം നമുക്കൊരു 2 കാര്യം ഇതിനെക്കുറിച്ചൊരു എന്താ പറയുക പോസിറ്റീവായിട്ടും 2 കാര്യം നെഗറ്റീവായിട്ടും അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ഇത് ഇതുണ്ടാവുള്ളൂ. അപ്പോഴേക്കും ഒരു 150 വേർഡ്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ വാരിവൽ ചെയ്യുന്നതിൻ്റെ കാര്യമില്ല. അപ്പോൾ നമ്മളത് എന്താണെന്ന് ലോജിക്കലി ഒന്ന് പ്ലാൻ ചെയ്യുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡാറ്റ എന്താണ് ഞാൻ ഉൾക്കൊള്ളിക്കേണ്ടത്, എന്ത് ഡാറ്റ എനിക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം നമുക്ക് ഒരുപാട് ഡാറ്റ കിട്ടും അതിൽ നിന്ന്. പക്ഷെ ആവശ്യമുള്ളത് ഏത്, ആവശ്യമില്ലാത്ത ഏതെന്ന് ഒരു 1-2 മിനിറ്റ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. അത് കഴിഞ്ഞ്
എന്തൊക്കെ ടെൻസുകൾ ആണ് നമുക്ക് ഇതിൽ ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഒരു പോപ്പുലേഷൻ സ്റ്റഡി ആണെന്ന് കരുതുക. അപ്പോൾ അതിലിപ്പോൾ ഒരു പാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഫ്യൂച്ചർ പ്രഡിക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പാസ്റ്റ് ടെൻസ് പറയേണ്ടി വരും, പ്രസന്റ് ടെൻസും പറയേണ്ടി വരും, ഫ്യൂച്ചർ ടെൻസും പറയേണ്ടി വരും. ഇറ്റ് ഈസ് പ്രെഡിക്റ്റഡ് ദാറ്റ് ബൈ ദി ഇയർ 2040 പോപ്പുലേഷൻ വിൽ ബി അറ്റ് ദിസ് സ്റ്റേജ് എന്ന്. അപ്പം നമുക്ക് ആ ടെൻസസ് ഒരു കൃത്യമായിട്ട് ഏത് ഉപയോഗിക്കണം എന്നുള്ളത് കൂടി ഒന്ന് പ്ലാൻ ചെയ്യണം എന്നായിരിക്കും. കാരണം നമുക്ക് കൃത്യമായിട്ട് ലോജിക്കൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ ദ ടാസ്ക് ഓഫ് റൈറ്റിംഗ് ഈസ് വെരി ഈസി. പക്ഷെ ഇതില്ലാതെ വരുമ്പോഴാണ് നമ്മൾ ഫംബിൾ ചെയ്യുന്നതും നമുക്ക് ഇതിന് മാർക്ക് കിട്ടാതെ പോകുന്നു. പിന്നെ റൈറ്റിംഗിൽ വരുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, സെക്കൻഡ്സ് എന്ന് പറയുന്നത് മിഡിൽ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്, അതായത് സെന്റൻസ് സ്ട്രക്ചർ. ഇതിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, ഒരേ ടൈപ്പ് ഓഫ് സെന്റൻസ് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് വരുന്നൊരു എഴുതുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി അതിനൊന്ന് പോളിഷ് ചെയ്യാൻ നോക്കണം. കുറച്ച് വാക്കുകൾ ഇൻസേർട്ട് ചെയ്ത് അതേപോലെ എഴുതി വെക്കരുത്. കാരണം 4 കാര്യങ്ങളിലാണ് ഇത് ടെസ്റ്റ് ചെയ്യപ്പെടുക. അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ കറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടോ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ. 2, നമുക്ക് വൊക്കാബുലറി റേഞ്ച് ഉണ്ടോ, ഡു യു ഹാവ് ദ വൊക്കാബുലറി. 3, ലോജിക്കൽ ഓർഡറിൽ നമുക്ക് എഴുതാൻ കഴിവുണ്ടോ. 4, ഗ്രാമർ, അതായത് സ്ട്രക്ചർ, സെന്റൻസ് വരെയുള്ള കഴിവുണ്ടോ. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, 4 കാര്യങ്ങളാണ് നോക്കുക. 1, ഇൻഫർമേഷൻ മനസ്സിലാക്കാനുള്ള കഴിവ്. 2, ലോജിക്കൽ ഓർഡറിൽ എഴുതാനുള്ള കഴിവ്. 3, വൊക്കാബുലറീസിന്റെ റേഞ്ച്. 4, ഗ്രാമർ, അതായത് സെന്റൻസുകൾ. ഇത് 4 വെച്ചിട്ടാണ് നമുക്ക് ആ ബാൻഡ് സ്കോർ ഇടുന്നത്. അപ്പോൾ അത് മറക്കരുത്. എൻഡിങ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, വളരെ ഒന്നെങ്കിൽ നമുക്കൊരു സോളിഡ് ആയിട്ട് കിട്ടുമെങ്കിൽ തുടങ്ങിയ പോലെ തന്നെ എൻഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സോളിഡ് എൻഡിങ് വേണം. ഇനി നമ്മൾ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് റിവ്യൂയിങ് ആണ്. ഇപ്പോൾ നമ്മളൊരു 15-16 മിനിറ്റിൽ ഇത് എഴുതി കഴിഞ്ഞാൽ നാച്ചുറലി സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടാവാം, ചില സമയത്ത് സ്ട്രക്ചർ ഉണ്ടാകാം. അതൊന്ന് തിരിച്ചുപോയി വായിച്ചു നോക്കണം. ഓക്കെ, വായിച്ചു നോക്കിയിട്ട് കറക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മളൊന്ന് മാച്ച് കൃത്യമായിട്ട് ചെയ്യണം. ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന എഫേർട്ട് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇനി കുറച്ച് എന്താ പറയുക, യൂസ്ഫുൾ ആയിട്ടുള്ള വൊക്കാബുലറി ഇതിൽ നമുക്ക് വളരെ ആവശ്യമാണ്. ഇത് ഇതിനേക്കാൾ കൂടുതലുണ്ട്. ഇതിപ്പോൾ ഞാൻ വളരെ കുറച്ച് വീഡിയോയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളൂ. ഒന്ന്, പലപ്പോഴും നമുക്ക് നമ്മുടെ അഭിപ്രായം ചിലപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഡേറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് പറയണം, ഇൻ മൈ വ്യൂ, ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ, ഐ തിങ്ക് ഇറ്റ് സീംസ് ടു മീ ദാറ്റ്. ചിലപ്പോൾ ഒരു ഗ്രാഫിക്കിൽ ഇതൊക്കെ ഒരു നമുക്ക് 53% 52% ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് അറൌണ്ട് 52% ഓർ 53%. അല്ലെങ്കിൽ നമുക്കൊരു പേഴ്സണൽ ഒപ്പീനിയൻ പറയണമെങ്കിൽ നമ്മൾ ഇതിലേതെങ്കിലും ഇത് ഉപയോഗിക്കണം. പിന്നെ എക്സാമ്പിൾസ് എപ്പോഴും നമുക്ക് പറയേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ദർ ഇസ് എ സ്റ്റഡി ഡിക്ലൈൻ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, അല്ല, ദർ ഇസ് എ ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ ഫോർ ഇൻസ്റ്റന്റ്, ലൈക്ക്, ഇൻ അതർ വേർഡ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്താ പറയാം, അതിന് എക്സാമ്പിൾസ് കൊടുക്കണം. പിന്നെ നിങ്ങൾക്കറിയില്ല, ഇതിൽ എപ്പോഴും കമ്പയറിങ് വളരെ ഇതായിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ദ ഗ്രോത്ത് ഇൻ 1990 ഈസ് സിമിലർ ടു 2010 ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ബ്രസീൽ. അപ്പോൾ സിമിലർ ടു, അല്ലെങ്കിൽ ആസ്, ഇൻ കോമൺ, ഓൾസോ, ഈതർ ഓർ, ഇൻ ദ സെയിം വേ, നീതർ നോർ, അറ്റ് ദ സെയിം ടൈം. ഇതുപോലെ എന്താ പറയുക, കമ്പയറിങ്ങിന് ഉള്ള വാക്കുകൾ നമ്മൾ പഠിച്ചു വെച്ച് ഇത് മസ്റ്റായിട്ട് ഇത് ഉപയോഗിച്ചിരിക്കണം. പിന്നെ എപ്പോഴും നിങ്ങൾക്കറിയാമല്ലോ, ഏത് ഗ്രാഫിലും കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു ഹവവർ, അല്ലെങ്കിൽ ബട്ട്, ഓൺ ദ കോൺട്രറി, ഓൺ ദി അതർ ഹാൻഡ്, ഡിഫർ ഫ്രം, നെവർദലെസ് എന്ന പദങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. പിന്നെ ചിലപ്പോൾ നമുക്ക് ജനറലൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ജനറലി സ്പീക്കിംഗ്, ഓവറോൾ, ഓൺ ദ ഹോൾ, ഇൻ ജനറൽ, ബൈ ആൻഡ് ലാർജ്. അപ്പോൾ ഇതൊരു ജനറലൈസ് ചെയ്ത് നമ്മൾ പറയുന്നതാണ്. ഇതെല്ലാം ഉപയോഗിക്കേണ്ടി വരില്ല കേട്ടോ, ആവശ്യമുള്ളത് നോക്കിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് സർട്ടൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സർട്ടൺലി, അൺഡൗട്ടഡ്ലി, വിത്തൗട്ട് ഡൗട്ട്, നോ ഡൗട്ട്, ഡെഫിനറ്റ്ലി, ഓഫ് കോഴ്സ് എന്ന കാര്യങ്ങളും ഉപയോഗിക്കാം. ഇനി ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്കൊരു കോസ് കാണിക്കേണ്ടി വരും, ഷോയിങ് കോസ്. അതെങ്ങനെ ചെയ്യാം, ഡ്യൂ ടു, ഓയിങ് ടു, ബിക്കോസ് ഓഫ്, ബിക്കോസ് എന്ന്. ഇതിൻ്റെ എല്ലാം ഞാൻ അടുത്തടുത്ത വീഡിയോകളിൽ ഇതിൻ്റെ ഇത് പറഞ്ഞു തരാം. പെട്ടെന്ന് നിങ്ങൾ ഓർമ്മ ആവണ്ട. പിന്നെ കാരണം ഒരു വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഷോയിങ് എഫക്റ്റ്, ദർ ഫോർ, ആസ് എ റിസൾട്ട്, കോൺസിക്വൻ്റ്ലി, ഫോർ ദിസ് റീസൺ, ദാസ്, സോ. പിന്നെ ചിലപ്പോൾ നമുക്ക് ടൈം വെച്ച് പറയുന്നുണ്ട്, ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, തേർഡ്ലി, അല്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്നൊക്കെ പറയേണ്ടി വരും. പിന്നെ ചിലപ്പോൾ ചില കാര്യങ്ങൾ പാർഷ്യൽ എഗ്രിമെൻറ്റ്. ഇത് ശരിക്കും നമുക്ക് ടാസ്ക് 1 വേണ്ട, ടാസ്ക് 2 മോർ ഓർ ലെസ് ടു സം എക്സ്റ്റെൻറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് അതിൽ കയറി വന്നതാണ്. അപ്പോൾ ഇതാണ് വൊക്കാബുലറി. ഇനി നമുക്കൊരു എന്താ പറയുക, ഒരു എക്സാമ്പിളിൽ പോയിട്ട് ഒരു ബാർ ഡയഗ്രാം നമുക്കൊന്ന് പരിശോധിക്കാം. ആർ യു റെഡി? ലെറ്റ്സ് ഡു ദിസ്. അപ്പോൾ ഇത് ഞാൻ ഒരു കേംബ്രിഡ്ജിന്റെ പഴയ ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇത്രയും സിമ്പിൾ ആയിരിക്കില്ല ഇപ്പോൾ ചോദിക്കുന്നത്, കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്.
പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇത്തിരി കുറവുള്ള ആളാണെങ്കിൽ ഭയപ്പെടുത്തുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു വയലിൻ പഠിക്കണമെങ്കിൽ ഫസ്റ്റ് ഡേ എടുത്ത് നമുക്ക് വയലിൻ പഠിക്കാൻ പറ്റില്ല. യു ഹാവ് ടു പ്രാക്ടീസ് 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 അണ്ടിൽ യു മാസ്റ്റർ ഇറ്റ്. സിമിലർലി റൈറ്റിംഗ് ഈസ് ഓൾസോ സംതിങ് യു ഹാവ് ടു പ്രാക്ടീസ് അണ്ടിൽ യു മാസ്റ്റർ. അപ്പോൾ ദാറ്റ് ഈസ് വൈ ഐ ഡി നോട്ട് വാണ്ട് ടു ഓവർവെൽം യു വിത്ത് എ വെരി ഡിഫിക്കൽട്ട് ബാർ ഡയഗ്രാം. അപ്പോൾ ഇതിലെ ചോദ്യത്തിൽ തന്നെ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. ദ ചാർട്ട് ബിലോ ഗിവ്സ് ഇൻഫർമേഷൻ on the percentage of British people giving money to charity by age range for years 1990 and 2010. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഗ്രാഫ് നമുക്ക് തരുന്ന ഡിസ്ക്രിപ്ഷൻ ചാരിറ്റി ആൾക്കാർ കൊടുത്തിട്ടുള്ളതാണ്. അത് 2 വർഷത്തെയാണ്. 1990ലെയും 2010ലെയും ഏജ് ഗ്രൂപ്പുകൾ കൃത്യമായിട്ടുണ്ട്. 18, 25, 26, 35. ഒരു സൈഡ് പെർസെൻറ്റേജ് ഉണ്ട്, 0, 5, 10, 15 എന്ന്. Summarize the information by selecting and reporting the main features and make comparison where relevant. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി എന്താണ്? യു ഹാവ് ടു സമ്മറൈസ് ദിസ്, യു ഹാവ് ടു ബ്രിങ് ഔട്ട് റെലവൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് യു ഹാവ് ടു സ്പീക്ക് അബൌട്ട് ദ കോൺട്രാസ്റ്റിംഗ്. അപ്പോൾ നമുക്കിതിൽ പെട്ടെന്ന് എന്താണ് കാണാൻ പറ്റുന്നത്? നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് പെർസെൻറ്റേജ് ഓഫ് ചാരിറ്റി കൊടുക്കുന്നത് ഓവറോൾ ആയിട്ട് കൂടിയിട്ടുണ്ട്. കാരണം ഓവറോൾ ആയിട്ട് ഒരു ഗ്രോത്ത് കാണുന്നുണ്ട്. എക്സെപ്റ്റ് ഫോർ ദ ലാസ്റ്റ് വൺ ഒരു ജനറൽ ട്രെൻഡ് ഉണ്ട് ഇൻ എന്താ പറയുക 2010. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1990 ചാരിറ്റി കൊടുത്തിരുന്ന അതേ റേഞ്ചിൽ നിന്ന് 3 ഗ്രൂപ്പുകാർ ചാരിറ്റി കൊടുക്കുന്നത് കുറഞ്ഞു. വേറാസ് അവസാന 2 ഗ്രൂപ്പിൽ ആൾക്കാർ ചാരിറ്റി കൊടുക്കുന്നത് കൂടി. അപ്പോൾ ഇതൊരു എന്താ പറയുക ഒരു ജനറൽ ട്രെൻഡാണ്. അപ്പോൾ നമുക്കൊരു 6.5 ഒക്കെ കിട്ടിയ ഒരു എസ്സേ നമുക്കൊന്ന് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇതിൽ ആ കുട്ടി എഴുതിയിട്ടുള്ളത് ദ ചാർട്ട് എക്സാമിൻസ് ദ ലെവൽ ഓഫ് ഡൊണേഷൻ എമംഗ് പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് ഏജസ് ഓഫ് ബ്രിട്ടൻ. അപ്പോൾ ചാരിറ്റി എന്നുള്ള വാക്ക് വളരെ സിമ്പിളായിട്ട് എഴുതിയിട്ടുള്ളത് എമംഗ് ഡൊണേഷൻസ് എമംഗ് ഡിഫറെൻറ്റ് പീപ്പിൾ. ഓവറോൾ എ ഗ്രേറ്റർ പെർസെൻറ്റേജ് ഓഫ് ബ്രിട്ടീഷ് പീപ്പിൾ ഗേവ് മണി ടു ചാരിറ്റി ഇൻ 1990s ആൻഡ് 2010. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓവറോൾ ഒരു ഗ്രോത്ത് ഉണ്ട്. എന്നിട്ട് അവർ ഹവർ across 2 years the pattern differs before and after the age of 50. അപ്പോൾ കൃത്യമായിട്ട് ഒരു പോസിറ്റീവ് കമന്റ് പറഞ്ഞു, ഓവറോൾ പറഞ്ഞു, പിന്നെ ഹവർ എന്ന് പറഞ്ഞൊരു കോൺട്രാസ്റ്റിംഗ്. അതായത് ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഒരു ഇതുണ്ടെങ്കിലും അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. പിന്നെ ആകെ നിങ്ങൾ നോക്കിയാൽ നമുക്കറിയില്ല, ആകെ ഒരു 6 ലൈൻസ് എഴുതിയിട്ടുള്ളൂ. ഇറ്റ്സ് വെരി ഈസി വൺസ് യു ലേൺ ഇറ്റ് വെൽ. ഇൻ 1990 42% ഓഫ് ദ 36 to 50 ഗ്രൂപ്പ്. അപ്പോൾ ഇവരവിടെ കൃത്യമായിട്ട് ഇത് 42 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പിന് സാധനം നമ്മളത് എപ്പോഴും ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഇടാൻ പാടില്ല. ഏകദേശം നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ 42 ആണത്. അത് അവിടെയാണ് നമ്മളൊരു സ്കില്ല് വരുന്നത്. ഓക്കെ, 42% ഓഫ് 36 to 50 ഏജ് ഗ്രൂപ്പ് മെയ്ഡ് ചാരിറ്റബിൾ ഡൊണേഷൻസ് ആൻഡ് ദിസ് ഫിഗർ ഈസ് ഹയസ്റ്റ് ഓൺ ദ ചാർട്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും ദാറ്റ് ഈസ് ഹയസ്റ്റ്. അപ്പോൾ ഹയസ്റ്റ് പോയിന്റ് ഒരു മെൻഷൻ ചെയ്തു. ദെൻ ദ 1825s കോൺട്രിബ്യൂട്ടഡ് ദ ലീസ്റ്റ് ഓൺലി 17. എന്നിട്ട് അവർ ഏറ്റവും ഇതായിട്ടുള്ളത് പറഞ്ഞു ഇവർ 17% കൃത്യമായിട്ട് ഒരു പറഞ്ഞു കോൺട്രിബ്യൂട്ട് ചെയ്തുള്ളൂ. ഈ ഗ്രൂപ്പ് ഹൈ ചെയ്തപ്പോൾ ഇവർ ലോ. അപ്പോൾ എന്താ പറയുക കറക്റ്റ് കമ്പാരിസൺ അവർ ചെയ്തു. സോറി ഫോർ ദ സൗണ്ട് കമ്മിങ്. ദെൻ ബൈ 2010 ദീസ് ഫിഗേഴ്സ് ഹാവ് ഫോളൺ സിഗ്നിഫിക്കൻ്റ്ലി ടു 35 and 7 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഇവിടെ ഇവർ ഉയർന്നെങ്കിൽ ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് 17 നിന്ന് എന്താ പറയുക 7%, ഇവിടെ 42 നിന്ന് 35 ആയിട്ടുണ്ട്. അത് അവർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. The level of donation from 26 to 35 age group also experienced a decrease in 2010 from 31 to 24. അപ്പോൾ അവർ അതും ഇവിടെ എന്താ പറയുക ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇത് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. സോറി, ദിസ് തിങ് ഫ്രം ദിസ്. Now we come to the last part. While donations up to the age of 50 declined across 2 years, they rose among 51 to 65 age group from 35 to nearly 40. That is this thing. അപ്പോൾ നിയർലി 40 എന്നുള്ളത് വളരെ സ്പെസിഫിക് ആണ്. 40 മുട്ടിയിട്ടില്ല. അപ്പോൾ അവിടെയാണ് നമുക്ക് ആ വിഷ്വൽ സ്കിൽസ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ലുക്ക് അറ്റ് ദാറ്റ്. The figure for the over 65 was lower than this at 35, but it was still a little higher than 1990 of 32%. അപ്പോൾ ഇവിടെ അത് എന്താ പറയുക this is 32 and 35. അപ്പോൾ what you learn overall about this thing is easy if you know and learn it well. 6-7 വരിയെ നമുക്ക് എഴുതേണ്ട കാര്യമുള്ളൂ. പ്രിസൈസ് ആയിട്ട് നമുക്കൊരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ എഴുതി പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ if you liked this video, please do like and comment, and if you want to get personal training, please do connect me on Instagram, or there may be a link down for joining the WhatsApp group or some other thing. If you're interested, please do stay connected. Otherwise, thank you for being here with me.
This is your teacher, Pradeep Hariharan, signing off. Wish you all the best.